ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. സോ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നമ്മൾ വാഗമണ്ണാണ് പോകുന്നത്. സോ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ബാക്ക്ഗ്രൗണ്ടൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട, നമ്മൾ റെഡി ആയതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളൊരു 11:30 ആ സമയത്തേക്കാണ് പുറപ്പെട്ടത്. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഉമ്മച്ചി, വാപ്പച്ചി, പിന്നെ ബേബു, അളിയൻ, അങ്ങനെ നമ്മളൊരു 5-6 പേര് അടങ്ങുന്ന രീതിയിലാണ് ഈ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രിപ്പ് നമ്മൾ അളിയൻ വരുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ കുറേ കാരണങ്ങൾ കൊണ്ട് ഡിലേ ആയി. അങ്ങനെ അതെ ഇന്ന് നമ്മൾ ഫൈനലി പോവുകയാണ്. നമ്മളിതിനെ ഫുഡ് കഴിക്കാനൊക്കെ കയറി. തൊടുപുഴ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനൊക്കെ കയറിയത്. അവർ വെജാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ചില്ലി ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്തു. ഗൈസ്, അപ്പോൾ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ്. ഇപ്പോൾ ഒരു 4 ഒക്കെ ആയിട്ടുണ്ടാവും സമയം. ചെറിയ രീതിയിൽ കോട വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല. കുറേ പശുക്കളും പിന്നെ ഇവിടുത്തെ തോട്ടത്തിലെ തൊഴിലാളികളുടെ വീടൊക്കെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ. പിന്നെ നമ്മൾ റിസോർട്ടിലേക്ക് കയറുന്നേക്കായി മുമ്പ് ടീയും കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് റിസോർട്ടിലേക്കാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട് ലേക്ക് കൊളിൻസ് വാഗമണ്ണാണ്. റിസോർട്ടിൽ കാണുമ്പോൾ പുറത്തുനിന്ന് നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് നേരെ പൂളിലേക്കാണ് പോയത്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന റൂം. ചെറിയ ബാൽക്കണി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി ചെറിയ എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളത്തിനധികം തണുപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. കോട ഇറങ്ങിയതിൻ്റെ ആ തണുപ്പൊന്നും കണ്ടില്ല. അതിൻ്റെ ചെറിയ കുളിയൊക്കെ പാസ്സാക്കി ഇപ്പോൾ അതേ റൂമിൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നൈറ്റ് ആയപ്പോൾ ഇവിടുത്തെ ബാൽക്കണി വ്യൂ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. പിന്നെ പുറത്ത് ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു റിസോർട്ടിന്റെ കിച്ചണിൽ കയറി. Chief cook. Say your name. Babi, your name. Seema. വീട് എവിടെ? ആസാം അല്ലേ? എനിക്ക് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാണ്. അതിനുള്ള പ്രിപ്പറേഷനിലാണ്. യുവർ നെയിം? പ്രഭു. വാട്ട്സ് യുവർ നെയിം? Prabhi Bevia. Say slowly. Omivi. നമ്മുടെ ഭാഷയിൽ പറയാൻ പറ്റില്ല, അതാണ് അതിന്റെ സത്യം. ഇവിടെ ഒരു ബേബി ഒക്കെ ഉണ്ട്. ഹായ് ഹൃതിക്. ഹായ്, സേ ഹായ്. പ്രിപ്പറേഷൻസിലാണ്. Here's our ബേബു മഹാറാണി. ബേബു മഹാറാണി ഗ്രിൽ ചെയ്യാൻ വരികയാണ് ഗൈസ്. अरे भाई अच्छा अच्छा से बनाओ. क्या बनाओ? सुपर आएगा मेरे को मालूम. वो तुमको क्या चाहिए? भाभी इधर आओ. ഇയാൾക്ക് ഇളക്കാൻ മാത്രമാണ് അറിയുള്ളൂ. സോ ഗൈസ്, നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ബായുടെ നിന്ന് മേടിച്ചളയാൻ കൊണ്ടിരിക്കും. ദുബായ് പെരട്ടാണത്. ദുബായിലാണെങ്കിൽ മസാല ഉള്ളിലേക്ക് തെച്ചോട്ടോ. ഉള്ളിലല്ല, അവിടെ വേണ്ട, അതിന്റെ ഉള്ളിൽ ചിക്കൻ തട്ടുന്നുണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഗ്രില്ല് ചെയ്യണം എന്താന്ന് നോക്കാം ഗൈസ്. എന്തായി നോക്കാം. എന്റെ പീസ് കരിക്കില്ല കേട്ടോ. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ജ്യൂസി 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 ചിക്കൻ നമുക്ക് ചുറ്റി വരട്ടെ.
ഞങ്ങൾ ഉണ്ടാക്കി ഗ്രിൽഡ് ചിക്കൻ ഉള്ളി കൊണ്ടായി എന്തൊക്കെയോ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ മോർണിംഗ് തന്നെ എണീറ്റ്, മോർണിംഗ് അല്ല ഇപ്പോൾ ഒരു 8:30 ആയി കാണും. അപ്പോൾ നമ്മൾ ഒരു കോഫിയൊക്കെ ഇട്ട്, കോഫിയല്ല ചെറിയ പാൽ ചായയൊക്കെ ഇട്ട് കുടിച്ചു. സോ ഗായ്സ്, അവരങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എണീച്ച് വന്നപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ഉപ്പുമാവുണ്ട്, പൂരി ഉണ്ടായിരുന്നു, കള്ളക്കറി വെജ് കടലക്കറി, പിന്നെ വെജ് കടലക്കറി, ജ്യൂസ്. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഈ റിസോർട്ടിനെ കുറിച്ചൊരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് മോശം റിവ്യൂ എനിക്ക് തരാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇവിടുത്തെ പൂളിലെ വെള്ളം ഭയങ്കര മോശമായിരുന്നു. കാരണം എന്താ, ഒരു ഫിൽറ്റർ എന്തോ ചേഞ്ച് ചെയ്തിട്ട് ഇല്ലായിരുന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഞങ്ങൾക്ക് പിറ്റേ ദിവസമായപ്പോൾ എല്ലാവർക്കും റാഷസ് പോലെ വന്നു. പിന്നെ കുറേ ഇവിടെ മെയിൻ്റെനൻസ് ചെയ്യാനുണ്ട് ഇവിടെ എല്ലാം. പിന്നെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു 3 മാസത്തേക്ക് റിസോർട്ട് പൂട്ടിയിടാണ്, എന്തോ റിനോവേഷനൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള രീതിയിൽ നമ്മളടുത്ത് പറഞ്ഞത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ റിസോർട്ടിൽ നിന്ന് പോയത് പൈൻ വാലിയിലേക്കാണ്. സ്വാഭാവികമായിട്ടും പൈൻ വാലി, മുട്ടക്കുന്ന്, അതൊക്കെയാണല്ലോ വാഗമണ്ണ് വന്നവരുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ പൈൻ വാലിയൊക്കെ കുറച്ച് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ വീട്ടിലേക്ക് വരണ വഴിക്കാണല്ലോ ക്ലബ് ഷവായ, അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് അവിടുത്തെ ഫുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അവിടുത്തെ മസാല ഷവായ എൻ്റെ 2 ഫേവറേറ്റ് ഉള്ളൊരു ഐറ്റമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. സോ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.